Hello my dear students, so welcome back once again to Basil's Physics Classroom. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KEAM 2018 2018 പേപ്പറാണ് KEAM. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നത് പോലെ ഐ ഹോപ്പ് യു നോ ദാറ്റ് 2018 KEAMിലെ ഫിസിക്സ് പേപ്പർ ആയിരുന്നു വൺ ഓഫ് ദ ടഫസ്റ്റ്. ഓക്കെ, നോർമലി KEAM അധികം ടഫ് ആവാറില്ല, KEAM ഫിസിക്സ് അധികം ടഫ് ആവാറില്ല. പക്ഷേ 2018 നല്ല ടഫായിരുന്നു. JEE മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് വരെ അതിനകത്ത് കയറി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഡോണ്ട് വെറി അബൌട്ട് ഇറ്റ്. ബാക്കി എല്ലാ വർഷങ്ങളും അത്ര ഡിഫിക്കൽട്ട് അല്ല, എന്നാലും ഒരു 40% അടുത്ത് ഈസിലി ഡൂവബിൾ ആയിരുന്നു ഫോർ എവറി വൺ ഹു ഹാസ് ഡൺ അറ്റ്ലീസ്റ്റ് എ ബേസിക് പ്രിപ്പറേഷൻ. ഓക്കെ, അപ്പൊ സോ ഡോണ്ട് വെറി അബൌട്ട് ഇറ്റ്. അപ്പൊ ആ ഡിഫിക്കൽട്ട് കാറ്റഗറി ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. Okay, so I'll be actually taking like 3 parts or something. നേരത്തെ 2019 ചെയ്തതുപോലെ ഒരു 3 പാർട്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. So shall we start? And we start with the first question. The period of oscillation of a simple pendulum is given by t equal to 2 pi root of L by g, where L is the length of the pendulum and g is the acceleration due to gravity. The length is measured using a meter scale which has 2000 divisions. If the measured value of L is 50 centimeter, the accuracy in the determination of G is 1.1%, and the time taken for 100 oscillations is 100 seconds. What should be the resolution of the clock in milliseconds? അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഡിറ്റർമിനേഷൻ ഓഫ് G. ഇൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് G നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്, അല്ലെ? ഡിറ്റർമിനേഷൻ ഓഫ് G, ആ ടേമിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ടൈം പീരീഡ് ഓഫ് എ പെൻഡുലം ഇക്വേഷൻ നമുക്ക് അറിയാം, അല്ലെ? 2 pi root of L by g തന്നിട്ടുണ്ട്. ഇവിടെ ടൈം ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഇക്വേഷൻ എഴുതിയിട്ട് വേണം സോൾവ് ചെയ്യാൻ. ജി ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ജിന്റെ ഫോമിൽ വേണം ഇക്വേഷൻ എഴുതാൻ. ഈ പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഒരു മൈനസ് സൈനിൽ അല്ലെങ്കിൽ ഡിഫറൻസ് വരും ചെയ്തു വരുമ്പോൾ. ഓക്കെ, അപ്പൊ ജി ആണ് കണ്ടുപിടിച്ചത് എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ജിന്റെ ഫോമിൽ വേണം ഇക്വേഷൻ എഴുതാൻ, എന്നിട്ട് വേണം സോൾവ് ചെയ്യാൻ തുടങ്ങാൻ. ടൈം ആണ് കണ്ടുപിടിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നതെങ്കിൽ ടൈമിന്റെ ഫോമിൽ ഇക്വേഷൻ എഴുതണം, എന്നിട്ട് വേണം സോൾവ് ചെയ്ത് തുടങ്ങാൻ. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് സോൾവ് ദിസ് ക്വസ്റ്റ്യൻ. റൈറ്റ്, അത് നമുക്ക് ജിന്റെ ഫോമിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ജിന്റെ ഫോമിലേക്ക് കൊണ്ടുവരുമ്പോൾ രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യുന്നു. സോ ദാറ്റ് വിൽ ബി ജി ഇസ് ഈക്വൽ ടു 4 pi square L by t square എന്ന് പറഞ്ഞു. ഫൈൻ. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇത് ചെയ്യാം. എറർ പെർസെന്റേജ് എററിന്റെ ഫോമിൽ എഴുതാം. സോ ദാറ്റ് വിൽ ബി ഡെൽറ്റ g by g into 100 which is equal to 4 pi square constant ആണ്, ഡെൽറ്റ L by L into 100 plus 2 delta t by t into 100. ഓക്കെ, ഈ 100 എഴുതാൻ മറന്നു പോയത് കേട്ടോ. റൈറ്റ്, നൗ ഡെൽറ്റ ജി ബൈ ജി ഇൻറ്റു 100 അവർ തന്നിട്ടുണ്ട്. എത്രയാ? 1.1%. 1.1 എഴുതി. ഡെൽറ്റ എൽ ബൈ എൽ അറിയത്തില്ല, വി ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്. ഓക്കെ, അപ്പൊ ഡെൽറ്റ എൽ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ എറർ ഇൻ ദ മെഷർമെന്റ് ഓഫ് ലെങ്ത്. അവിടെ എററിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. സോ വിൽ ഹാവ് ടു ഫൈൻഡ് എ ലീസ്റ്റ് കൗണ്ട് ഓഫ് ദ ഡിവൈസ് ആൻഡ് ദാറ്റ് വിൽ ബി ടേക്കൺ ആസ് ദി എറർ. എന്തുകൊണ്ടാ? ബിക്കോസ് ആ ഡിവൈസിന്റെ ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്നത് എന്താ? അവൻ ആ പർട്ടിക്കുലർ ലീസ്റ്റ് കൗണ്ട് എന്ന് വെച്ചാൽ the smallest reading that can be measured using a instrument. അപ്പൊ ആ റീഡിങ്ങിനേക്കാളും ചെറിയ ഒരു മെഷർമെന്റ് അവൻ എടുക്കാൻ പറ്റില്ല. സോ ദാറ്റ് ഇസ് ടേക്കൻ ആസ് എ ഡിഫക്റ്റ്, റൈറ്റ്? ഇറ്റ്സ് എ എറർ. അപ്പൊ ഡെൽറ്റ എൽ കണ്ടുപിടിക്കാൻ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇറ്റ്സ് എ 1 meter ലോങ് സ്കെയിൽ. 1 മീറ്റർ ആണ് ആ സ്കെയിലിന്റെ ലെങ്ത്, അല്ലെങ്കിൽ 100 സെന്റിമീറ്റർ. ഈ 100 സെന്റിമീറ്ററിനെ അവർ ഡിവൈഡ് ചെയ്യുന്ന എത്ര ഡിവിഷൻസ് ആയിട്ടാ? 2000 ഡിവിഷൻസ്. 2000 ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒരു സ്കെയിലിനെ 2000 ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഒരു ചെറിയ പോർഷൻ എത്ര വരും? 100 by 2000, that is equal to 1 by 20. അപ്പൊ ഡെൽറ്റ എൽ കിട്ടി. ഇനി എൽ തന്നിട്ടുണ്ട് 50 സെന്റിമീറ്റർ എന്ന്. സോ യു ക്യാൻ ഫൈൻഡ് ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 100, that will be 1 by 20 by 50 into 100, or that is equal to 1 by 10, or that is 0.1%. Okay, അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 0.1 plus 2 into delta t into 100 by t. അവർ ക്വസ്റ്റ്യൻ പറയുന്ന ഒരു കാര്യം, 100 ഓസിലേഷൻസിന് എടുക്കുന്ന സമയം 100 സെക്കൻഡ്സ് ആണ്. 100 ഓസിലേഷൻസിന് 100 സെക്കൻഡ്സ്. അപ്പൊ ഒരു ഓസിലേഷൻ ആണെങ്കിൽ 1 സെക്കൻഡ്. ഓക്കെ, ഒരു ഓസിലേഷൻ ആണെങ്കിൽ 1 സെക്കൻഡ്. അപ്പൊ ടൈം പീരീഡ് 1 അതും കിട്ടി. റൈറ്റ്,
Now let's substitute for 1.1. This is minus 1 varum. 1 is equal to 2 delta t into 100. Okay, or that is equal to 1 by 200 seconds. That's our delta t. Okay, അപ്പോൾ നമ്മളോട് ഓപ്ഷൻസ് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കറക്റ്റ് ഓപ്ഷനുകൾ കാണത്തില്ല. പിന്നെ അവർ മില്ലി സെക്കൻഡ്സിലാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റെസൊല്യൂഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ. റെസൊല്യൂഷനോ അക്യുറസി എന്നൊക്കെ ചോദിച്ചാൽ ഈ ഡെൽറ്റ വരുന്ന ഫാക്ടർ, ഇവിടെ ടൈം ആയതുകൊണ്ട് ഡെൽറ്റ ടി വരുന്ന ഫാക്ടർ ആണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഡെൽറ്റ ടി റെസൊല്യൂഷൻ ഇൻ ടൈം അപ്പൊ 1 by 200 സെക്കൻഡ്സ് ആണ്. മില്ലി സെക്കൻഡ്സ് എങ്ങനെയാകും? ഒരു സെക്കൻഡ് എത്ര മില്ലി സെക്കൻഡാ? 1 millisecond is actually 10 raised to minus 3 second. അതായത് ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1000 millisecond. Which means this will be delta t is equal to 1000 by 200 millisecond, or that is equal to 5 millisecond, which is the answer. Okay, അപ്പൊ ഈ ക്വസ്റ്റ്യനില് ഈ സ്റ്റെപ്സിലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണോ ഡിറ്റർമിൻ ചെയ്തത് എന്നാണോ ക്വസ്റ്റ്യൻ പറയുന്നത് നിങ്ങൾ നോക്കണം. ജി ആണ് ഡിറ്റർമിൻ ചെയ്തതെങ്കിൽ ജിന്റെ ഫോമിലേക്ക് കൊണ്ടുവരണം. എൽ ആണ് ഡിറ്റർമിൻ ചെയ്തതെങ്കിൽ എല്ലിന്റെ ഫോമിലേക്ക് കൊണ്ടുവരണം. ടി ആണ് ഡിറ്റർമിൻ ചെയ്തതെങ്കിൽ ടിന്റെ ഫോമിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കീപ് ദാറ്റ് പോയിന്റ് ഇൻ യുവർ മൈൻഡ്. Okay, so I hope this is clear for you. എന്തെങ്കിലും doubt ഉണ്ടെങ്കിൽ you can ask me. Okay, so let's move on to the next question. The length is measured using a vernier system whose main scale is 30 centimeter long with 600 divisions. If 19 divisions of the main scale coincide with 20 divisions of the vernier scale, then its least count is. അപ്പോൾ ഈ ചോദ്യം വെർനിയർ കാലിപ്പേഴ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. One of the important type of question that can appear for your exam, വെർനിയർ കാലിപ്പർ. അപ്പൊ വെർനിയർ കാലിപ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം ഓർത്തിരിക്കേണ്ടത് ഹൗ ടു ഫൈൻഡ് ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് എ വെർനിയർ കാലിപ്പർ എന്നാണ്. ഓക്കെ, അപ്പൊ വെർനിയർ കാലിപ്പർ നമുക്ക് മെയിൻ ആയിട്ട് ഇന്റേണൽ ഡയമീറ്റർ അതുപോലെ എക്സ്റ്റേണൽ ഡയമീറ്റർ ഡെപ്ത് എല്ലാം മെഷർ ചെയ്യാൻ നമുക്ക് വെർനിയർ കാലിപ്പേഴ്സ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഈ വെർനിയർ കാലിപ്പേഴ്സിന്റെ ലീസ്റ്റ് കൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആൻഡ് ദ കണ്ടീഷൻ ഫോർ ദാറ്റ് ഈസ് 1 MSD minus 1 VSD. MSD എന്ന് വെച്ചാൽ മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ. അപ്പൊ ഇത് വെർനിയർ സ്കെയിൽ കാണാത്തവർ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. കണ്ടീഷൻ 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ. ഓക്കെ, ഇനി തന്നിട്ടുള്ള ഡേറ്റ നോക്കാം. ആദ്യം അവർ പറയുന്ന ഒരു കണ്ടീഷൻ 19 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഇസ് ഈക്വൽ ടു 20 വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് ക്വസ്റ്റനിൽ പറയുന്നുണ്ട്. 19 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഇസ് ഈക്വൽ ടു 20 വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് 1 VSD കണ്ടുപിടിക്കാം. 1 VSD will be equal to 19 by 20 MSD. ഓക്കെ, ഈ 20 കൊണ്ട് കൊണ്ടുവന്നു. അപ്പൊ 1 VSD കിട്ടി. ഇനി 1 MSDയുടെ വാല്യൂ നമുക്ക് അറിയണം. അപ്പൊ അവർ പറയുന്ന ഒരു കാര്യം എന്താണ്? ഒരു 30 സെന്റിമീറ്റർ ലോങ് സ്കെയിൽ ആണ്, 600 ഡിവിഷൻ, 600 ഡിവിഷൻസ് ആണ് അല്ലെ. 30 സെന്റിമീറ്റർ 600 ഡിവിഷൻസ്. മുന്നത്തെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ സെയിം ഐഡിയ. 1 MSD will be equal to 30 divided by 600. Okay, so that will be equal to 1 by 20. 1 by 20 centimeter ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആദ്യം ഇത് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. That will be 1 MSD minus 19 by 20 MSD. Cross multiply and simplify. You'll be getting 1 by 20 MSD. ഒരു MSD എത്രയാണ്? 1 by 20 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. That is equal to 1 by 20 into 1 by 20. Okay, or that is equal to 1 by 20 into 1 by 20. അപ്പൊ ഇത് മില്ലിമീറ്ററിലാണ് കിടക്കുന്നത്. നമുക്ക് അതിനെ സെന്റിമീറ്ററിലാണ് കിടക്കുന്നത്. ഒന്ന് മില്ലിമീറ്ററിലേക്ക് ആക്കാം. ഓക്കെ, ഓപ്ഷൻസ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ ഒരു ഇൻറ്റു 10 കൂടി ചെയ്തു. 1 സെന്റിമീറ്റർ is equal to 10 millimeter അല്ലെ. That will be 1 by 40. 1 by 40. 1 by 40 എന്ന് പറയുമ്പോൾ 1 ൽ 0, 10 ൽ 0, 100 ൽ 2, 5. So answer will be 0.025 millimeter, which is the least count of the vernier caliper. Okay, അപ്പോൾ നമ്മുടെ vernier caliper least count എത്രയാ? 0.025 millimeter. Okay, clear ആണോ? It's a simple question. അപ്പോൾ ഇത് നീറ്റിന് വന്നിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ, സെയിം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ. അതുപോലെ ജെഇക്ക് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ റിമെമ്പർ ഹൗ ടു സോൾവ് ദിസ് ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. കീമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്, ആൻഡ് ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് വൺ. ഓക്കെ, so let's move on to the next one. A particle of mass m
is moving along the x-axis under the potential, V of x is equal to kx square by 2 plus lambda by x, where k and x are positive constants of appropriate dimensions. The particle is slightly displaced from its equilibrium position. The particle oscillates with the angular frequency omega given by. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ എന്ന് പറഞ്ഞാൽ ഒമേഗ ഇസ് ആക്ച്വലി റൂട്ട് ഓഫ് കെ ബൈ എം ആണ്, റൈറ്റ്? അപ്പൊ നമുക്ക് ഈ കെയുടെ വാല്യൂ കെ ഡാഷ് ബൈ എം, കെ ഡാഷിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് ആക്ച്വലി ഉത്തരത്തിലേക്ക് എത്താം. അപ്പൊ കെ ഡാഷ് കണ്ടുപിടിക്കണം. ഈ കെ ഡാഷ് കണ്ടുപിടിക്കാൻ നമുക്ക് ഓസിലേഷൻ, സിമ്പിൾ ഹാർമോണിക് മോഷനിൽ നമ്മൾ ബേസിക്കലി പഠിക്കുന്ന ഒരു കാര്യമുണ്ട്, എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ ഡാഷ് എക്സ്. ഓക്കെ, അപ്പോ ഇങ്ങനെ ഒരു ഫോമിലേക്ക് ഈ എക്സ്പ്രഷൻ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം എളുപ്പത്തിൽ. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ പർപ്പസ്, അത് മനസ്സിൽ വേണം കേട്ടോ. ഇനി ഇവിടെ തന്നിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ ആണ് കെ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് ലാംഡ ബൈ എക്സ് ആണ്. ഓക്കെ, ലാംഡ ബൈ എക്സ്, ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് ആദ്യം ഫോഴ്സ് ഡിറ്റർമിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ബേസ്ഡ് ഓൺ ദി പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ തന്നാൽ നമുക്ക് ഇങ്ങനെ അറിയാം, എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് വി ഓഫ് എക്സ് ആണ്. ഓർത്തിരിക്കുക കേട്ടോ, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ഡി വി ഓഫ് എക്സ് ബൈ ഡി എക്സ്. ഓക്കെ, മൈനസ് ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ദ പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓർ വാട്ട് എവർ വേരിയബിൾ ഇസ് മെൻഷൻഡ്. സോ നമുക്ക് ആദ്യം ഇത് ചെയ്യാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈക്വിലിബ്രിയം പഠിക്കുന്നുണ്ട്, പല സ്റ്റേറ്റ്സ് ഓഫ് ഈക്വിലിബ്രിയം. അപ്പൊ ഞാൻ വർക്ക് എനർജി പവറിന്റെ വീഡിയോയിൽ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, സ്റ്റേറ്റ്സ് ഓഫ് ഈക്വിലിബ്രിയം. അറിയാത്തവർ പോയി കാണുക. അപ്പൊ സ്റ്റേറ്റ്സ് ഓഫ് ഈക്വിലിബ്രിയം നമ്മൾ പറയുമ്പോൾ മൂന്നെണ്ണം, ന്യൂട്രൽ, അൺസ്റ്റേബിൾ, സ്റ്റേബിൾ. ഏത് ഈക്വിലിബ്രിയം ആണെങ്കിലും അവിടെ ഫോഴ്സ്, നെറ്റ് ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു 0. അപ്പൊ നമ്മളോട് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആദ്യം എഫ് കണ്ടുപിടിക്കും, എന്നിട്ട് നമ്മൾ ഈക്വിലിബ്രിയം പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി വിൽ ബി ഇക്വേറ്റിംഗ് ദിസ് ടു 0. ഓക്കെ, അപ്പൊ ആദ്യം ഡെറിവേറ്റീവ് എടുക്കുക. അതിന്റെ മൈനസ് ഓഫ് കെ എക്സ് സ്ക്വയർ ബൈ 2, ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2kx by 2 പ്ലസ് ലാംഡ ബൈ എക്സ്. അപ്പൊ എക്സ് റൈസ് ടു മൈനസ് 1 മുകളിലേക്ക് വരും. എക്സ് റൈസ് ടു മൈനസ് 1 ഡെറിവേറ്റീവ് വിൽ ബി മൈനസ് 1 ഇൻറ്റു ലാംഡ ബൈ എക്സ് സ്ക്വയർ എന്ന് വരും. ഓക്കെ, സോ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താ, we want to equate to 0. അപ്പൊ 0 നെ ഇക്വേറ്റ് ചെയ്തു. So you'll be getting it to cancel ആയി പോയി. You'll be getting something like this. kx bracket open ചെയ്ത് കഴിയുമ്പോൾ kx is equal to lambda by x square, or you'll be getting x cube is equal to lambda by k. Okay, x cube is equal to lambda by k എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ x cube കിട്ടി നമുക്ക്, ഈക്വിലിബ്രിയം പൊസിഷൻ നമുക്ക് കിട്ടി, x കണ്ടുപിടിക്കാൻ ക്യൂബ് റൂട്ട് ഓഫ് ലാംഡ ബൈ k. ഓക്കെ, ഇനി ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഫോമിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞു അല്ലെ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, നമുക്കിപ്പോ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണെന്ന് അറിയാൻ ഇവിടെ അല്ലെ, ഫോഴ്സിന്റെ കണ്ടീഷൻ അറിയാം. ഐ എം ഗോണ ടേക്ക് ദ ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫോഴ്സ്. ഫോഴ്സിന്റെ ഡെറിവേറ്റീവ് എടുക്കാം നമുക്ക്. അപ്പൊ df by dx, so that will be equal to, ഈ ടേമിന്റെ ഡെറിവേറ്റീവ് ആണ് എടുക്കേണ്ടത്. അപ്പൊ that will be ആദ്യം ഇവന്റെ ഡെറിവേറ്റീവ് 2 ക്യാൻസൽ ആയി പോയല്ലോ, ബാക്കി എന്താ kx അല്ല മൈനസ് kx അല്ലെ. മൈനസ് kx ന്റെ ഡെറിവേറ്റീവ് എന്ത് വരും, k മൈനസ് k വരും. ഫൈൻ, ഇനി മൈനസ് ഇങ്ങോട്ടുള്ളത് പ്ലസ് ആയി. ലാംഡ ബൈ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ലാംഡ ബൈ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ആദ്യം ലാംഡ എക്സ് റേസ് ടു മൈനസ് 2 എന്ന് വരും. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മൈനസ് 2 ലാംഡ എക്സ് റേസ് ടു മൈനസ് 3, റൈറ്റ്? സോ ദാറ്റ് വിൽ ബി മൈനസ് കെ, ഓർ ഇവിടെ പ്ലസ് ആയിരുന്നു, അപ്പോൾ ഓൾറെഡി മൈനസ് വരും. മൈനസ് ഓഫ് 2 ലാംഡ ബൈ എക്സ് ക്യൂബ് എന്ന് പറഞ്ഞു. 2 ലാംഡ ബൈ എക്സ് ക്യൂബ്. ഓക്കെ, അപ്പൊ ഈക്വിലിബ്രിയം പൊസിഷൻ ഏതാണെന്ന് നമുക്കറിയാം, എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു ലാംഡ ബൈ കെ ആണ് അല്ലെ. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്കറിയാം, ആ വാല്യൂ ഇവിടെ കൊണ്ടിട്ട് കൊടുക്കാം. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു മൈനസ് കെ മൈനസ് 2 ലാംഡ ബൈ എക്സ് ക്യൂബ് എന്ന് പറയുമ്പോൾ ലാംഡ ബൈ കെ മുകളിലേക്ക് വന്നു. ലാംഡ പോയി, ദിസ് വിൽ ബി മൈനസ് 3k. ഓർ ഈ ഇക്വേഷനെ നമുക്ക് മറ്റൊരു ഫോമിലേക്ക് കൊണ്ടുവരാം. df by dx നെ ഇങ്ങനെ എഴുതാം, df is equal to minus 3k into dx. ഓക്കെ, നോക്കിക്കേ, ഈ ഫോമിലേക്ക് നമ്മൾ കൊണ്ടുവന്നില്ലേ. സോ നൗ k ഡാഷ് എന്ന് പറയുന്നത് ഇവിടെ 3k ആണ്.
What is k dash? 3k ആണ്. ആ 3k ഇവിടെ substitute ചെയ്യാം to get omega. So omega will be equal to root of 3k by the mass m. So what is the angular frequency? Omega is equal to root of 3k by m. Okay? അപ്പോൾ ഈ റിലേഷൻ, I hope you know how you get this relation. അറിയാത്തവർ ഓസിലേഷൻസിന്റെ വീഡിയോ കാണാം, അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം. സോ ഇറ്റ്സ് ആക്ച്വലി വി ആർ കമ്പൈനിങ് ടുഗദർ രണ്ട് ചാപ്റ്റേഴ്സ്. ഏതൊക്കെ ചാപ്റ്റേഴ്സാ? നമ്മള് വർക്ക് എനർജി പവറും അതുപോലെ ഓസിലേഷൻസ് കമ്പൈൻ ചെയ്തൊരു ക്വസ്റ്റൻ ആണ്. ഒരു ജെഇ മെയിൻസ് ലെവലിൽ വരുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു അന്ന് ചോദിച്ചത്. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. നമ്മൾ എന്താ ചെയ്തത്? പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരുന്നു, അതിന്റെ ഡെറിവേറ്റീവ് എടുത്തു, ഫോഴ്സ് കണ്ടുപിടിച്ചു ആൻഡ് ഇക്വേറ്റിംഗ് ഇൻടു സീറോ. എന്തിനാ ഇക്വേറ്റ് സീറോ ചെയ്തേ? ഈക്വിലിബ്രിയം. ഞാൻ പറഞ്ഞു സ്റ്റേബിളോ അൺസ്റ്റേബിളോ ന്യൂട്രലോ ഏത് ഈക്വിലിബ്രിയം ആയിക്കോട്ടെ അവിടെ നെറ്റ് ഫോഴ്സ് സീറോ ആണ്. സോ ഇക്വേറ്റ് ചെയ്തു, എക്സ് കണ്ടുപിടിച്ചു, എന്നിട്ട് അത് df by dx എടുത്തു, അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, then made into this form, then compared. Okay, clear ആണല്ലോ മെത്തേഡ്? I hope it is okay, right? So let's move on to the next one now. Two planets A and B have the same average density. Their radii RA and RB are such that RA is to RB is equal to 3:1. If GA and GB are the acceleration due to gravity at the surfaces of the planets, then GA is to GB equals. Okay. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് രണ്ട് പ്ലാനറ്റ്സിന്റെ സർഫസിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ റേഷ്യോ അല്ലെ. അപ്പൊ തന്നിട്ടുള്ളത് റേഡിയസ് ആണ് രണ്ടുപേരുടെയും. RA by RB is 3:1 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ദാറ്റ്? ഇറ്റ് ഇസ് ആക്ച്വലി ഈക്വൽ ടു gm by r² ആണ് അല്ലെ. ഓർ g കോൺസ്റ്റന്റ് ആണ്. മാസ് എന്ന് പറഞ്ഞാൽ വോളിയം ഇൻടു ഡെൻസിറ്റി ആണ്. വോളിയം ഇൻടു ഡെൻസിറ്റി ബൈ r², or that is equal to 4. വോളിയം approximately spherical ആണെങ്കിൽ 4/3 pi r³ into density by r². അവിടെ പറയുന്ന ഒരു കാര്യം, രണ്ട് പ്ലാനറ്റിന്റെയും ആവറേജ് ഡെൻസിറ്റി സെയിം ആണ്. വിച്ച് മീൻസ് റോ കോൺസ്റ്റന്റ് ആണ് രണ്ടുപേരുടെയും സെയിം റോ ആണ്. ജിയും 4/3 പൈയും ഒക്കെ സെയിം ഇതാണ്. അപ്പോ ബാക്കി ഒരു r വരും ഇവിടെ. Or you can write G is proportional to R provided the density of both the planets are same. Okay, so G proportional to R എന്ന് കിട്ടി. Or this is equal to RA by RB, which is equal to 3:1. Okay, അതുപോലെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. So GA by GB is equal to 3:1. Okay, so let's move on to the next one now. The magnetic induction field has the dimensions of force constant, surface tension by current. So magnetic induction dimensions അല്ലെ. അപ്പോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഡയമെൻഷൻസ് ചോദിക്കുമ്പോൾ ഡയറക്ട്ലി നമുക്ക് ഡയമെൻഷൻ ചോദിച്ചാൽ നമുക്ക് അറിയാമായിരിക്കും. പക്ഷെ ഇവിടെ തന്നിട്ടുള്ള ഇക്വേഷൻസിൽ കണ്ടീഷൻസിൽ ഓപ്ഷൻസിൽ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോ ട്രയൽ എറർ ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരു വഴി ഡയറക്റ്റ് ഇക്വേഷനോട് ആലോചിച്ച് നോക്കാം. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് റിലേറ്റ് ചെയ്ത ഇക്വേഷൻ ഏതാ വരുന്നത്? സിമ്പിൾ ആയിട്ട് എടുത്താൽ F is equal to QVB. Q is the charge, V is the velocity, B is the magnetic field or the so-called magnetic induction. അപ്പൊ ഞാൻ മൂവിംഗ് ചാർജസ് പറഞ്ഞു. മാഗ്നറ്റിക് ഫീൽഡിന് വേറെ 4 പേര് കൂടി ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിളിക്കാം, മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് വിളിക്കാം, മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റി എന്ന് വിളിക്കാം, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് വിളിക്കാം. Magnetic flux is something different. Magnetic flux density is or B itself. Okay. അപ്പൊ ഇവിടെ നിന്ന് B കണ്ടുപിടിച്ചാൽ മതി. B is equal to F by QV. Fine. F by QV അല്ലെ. അപ്പൊ that is equal to F divided by Q into V means velocity. Velocity is equal to distance by time. So distance by time. Okay. ഈ Q by T എന്നൊരു ടേം കൂടെ വന്നില്ലേ? ഇപ്പോ Q by T എന്തുവാ? Q by T current. F by length or F by D എന്ന് പറഞ്ഞാൽ എന്താ? അത് ഫ്ലൂയിഡ്സിലേക്ക് പോകണം അല്ലെ. സർഫസ് ടെൻഷൻ. F by D എന്ന് പറഞ്ഞാൽ സർഫസ് ടെൻഷൻ ആണ്. ഐ ഹോപ്പ് യു റിമെമ്പർ ദ കണ്ടീഷൻ. സർഫസ് ടെൻഷൻ ഡിവൈഡ് ബൈ Q by T നമ്മുടെ കറന്റ്. ഓക്കെ, സോ ഇങ്ങനെ വേണം അതിലെ ആൻസറിലേക്ക് എത്താൻ. ഡയമെൻഷണൽ ഫോർമുല ഞാൻ പറഞ്ഞു രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്നല്ലെങ്കിൽ ഇങ്ങനെ ഇക്വേഷൻ പോലെ ചെയ്യാം, ഓർ ട്രയൽ ആൻഡ് എറർ ചെയ്ത് നോക്കാം. എനിവേ I think this is better. പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, എല്ലാ ഓപ്ഷനും ചെക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല തന്നെ. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. സംശയമില്ലല്ലോ? അതുപോലെ ക്വസ്റ്റ്യൻ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ വന്നത് നമ്മുടെ ഐൻസ്റ്റീൻ അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയത് ഏത് ഫീൽഡിലുള്ള സ്റ്റഡിക്കാണ്?
അപ്പോൾ എല്ലാവരും ചാടിക്കയറി കുറെ പേരൊക്കെ എങ്കിലും എനിക്ക് തോന്നുന്നു റിലേറ്റിവിറ്റിക്ക് ആണെന്ന് പറയും E=mc². എന്നാൽ അതിനല്ല, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനാണ് നമ്മുടെ ഐൻസ്റ്റീന് നൊബേൽ പ്രൈസ് കിട്ടിയത്. അപ്പൊ ഒരു GK മോഡലിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു 2018 ഒരു ക്വസ്റ്റ്യൻ ആണത്. ഐൻസ്റ്റീന് നൊബേൽ പ്രൈസ് കിട്ടിയത് ഏതിനാണ്? ഇറ്റ് ഇസ് ഫോർ ഡിസ്കവർ എ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. നമ്മൾ ഡ്യുവൽ നേച്ചറിൽ പഠിക്കുന്ന ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനാണ് ഐൻസ്റ്റീന് നൊബേൽ പ്രൈസ് കിട്ടുന്നത്. Okay, alright, so let's move on to the next one. A thin circular ring of mass m and radius r is rotating about its axis perpendicular to the plane of the ring with a constant angular velocity omega. Two point particles, each of mass capital M, are attached gently to the opposite ends of a diameter of the ring. The ring now rotates with an angular velocity omega by 2. Then the ratio small m by capital M is. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ത് പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യേണ്ടത് നമുക്ക്? അപ്പൊ ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിസ്ക് ആയിരിക്കും വരുന്നത്, ചിലപ്പോൾ റിംഗ് ആയിരിക്കും വരുന്നത്. രണ്ട് എൻഡിൽ അറ്റാച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ മുകളിലേക്ക് പ്ലേസ് ചെയ്യുന്നു. ആദ്യം ഒമേഗ റൊട്ടേറ്റ് ചെയ്യുന്നു, പിന്നെ അത് ഒമേഗ ബൈ 2 ആയി. അല്ലെങ്കിൽ ആദ്യം ഒമേഗ റൊട്ടേറ്റ് ചെയ്യുന്നു, വാട്ട് ഇസ് ദ ഫൈനൽ ആംഗുലർ വെലോസിറ്റി? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ മൊമെന്റം കൺസർവേഷൻ ആണ്. ഓക്കെ, ആംഗുലാർ മൊമെന്റം, ഇവിടെ എക്സ്റ്റേണൽ ടോർക്ക് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആംഗുലാർ മൊമെന്റം വിൽ ബി കൺസർവ്ഡ്. അപ്പൊ ആംഗുലാർ മൊമെന്റം കൺസർവേഷൻ ബേസ് ചെയ്ത് ഇങ്ങനെ എഴുതാം: I1 omega 1 is equal to I2 omega 2. ഇവിടെ I എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെന്റ് ഓഫ് ഇനർഷ്യ. omega 1 ആംഗുലർ വെലോസിറ്റി, again omega 2 ആംഗുലർ വെലോസിറ്റി. ഓക്കെ, ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയൂട്ടോ നമ്മൾ. അപ്പൊ I1 ആദ്യം ഒരു റിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റിംഗ് is rotating about this axis. ഈ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താ? ഈ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് റിംഗിന്റെ m മാസ് m സ്മോൾ m ആണ്. സോ mr². ഓക്കെ, അപ്പൊ മൊമെന്റ് ഓഫ് ഇനർഷ്യ അറിയാത്തവര് പ്ലീസ് ഗോ ടു റൊട്ടേഷൻ ഡൈനാമിക്സ് വീഡിയോ ആൻഡ് വാച്ച് ദാറ്റ്. അപ്പൊ mr². സോ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ we will be getting I1 ന് പകരം you can write mr². ഒമേഗ 1 പകരം ഒമേഗയാണ് ഫസ്റ്റ് കേസിൽ, അല്ലെ? ദാറ്റ് ഈസ് ഈക്വൽ ടു. അടുത്ത കേസില് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ്സില് രണ്ട് മാസ് ക്യാപിറ്റൽ M വെച്ചു. which means ഇപ്പൊ മൊമെന്റ് ഓഫ് ഇനർഷ്യ മാറി. എങ്ങനെ മാറി? ഈ രണ്ട് മാസസ് കൂടി അക്കോമഡേറ്റ് ചെയ്യണം. This is at a distance r and this is also at a distance r. അല്ലെ? ഇതൊരു പോയിന്റ് മാസ് ആണ്. ഒരു പോയിന്റ് മാസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ mr² ആണ്. അത്രേ ഉള്ളൂ. So that will be small m into r². നമ്മുടെ റിംഗിന്റെ പ്ലസ് ക്യാപിറ്റൽ M into r² പ്ലസ് ക്യാപിറ്റൽ M into r². ആരുടെ? ഇത് രണ്ട് നമ്മുടെ ഈ രണ്ട് മാസിന്റെ. കാരണം about this point ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, അല്ലെ? ഇവിടെ നമ്മുടെ ഡിസ്റ്റൻസ് വേണം നമ്മൾ എടുക്കാൻ. into omega by 2. So r² എല്ലാം പോയി, omega പോയി. You'll be getting small m here, which is equal to m plus 2m. ഈ 2 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 2m. ഈ m ഇങ്ങോട്ട് കൊണ്ടുവന്നു. So that will be m by capital M, which will be equal to 2, and that is the answer. Okay, one of the simplest applications of angular momentum conservation. നമുക്ക് m by m 2 എന്ന് കിട്ടി. ഓക്കെ, മൊമെന്റം കൺസർവേഷന്റെ കൺസെപ്റ്റ്. അപ്പോൾ ഓരോ ആക്സിസ് എടുക്കുമ്പോൾ എബോർഡുള്ള എല്ലാം എടുക്കണം. ഇഎമ്മും എല്ലാം എബോർഡ് ദാറ്റ് പോയിന്റ് എടുത്തു, എന്നിട്ട് സിംപ്ലിഫൈ ചെയ്തപ്പോൾ ആൻസർ ആയി. ഓക്കെ, ദിസ് ഈസ് ആൻ ഈസി ക്വസ്റ്റ്യൻ. ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ്. ഓക്കെ, റൈറ്റ്, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ. A body of mass m equal to 1 kilogram is moving in a medium and experiences a fractional force F is equal to minus k, where v is the speed of the body. The initial speed is v0 is equal to 10 meter per second, and after 10 seconds its energy becomes half of its initial energy. Then the value of k is. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് തന്നിട്ടുണ്ട്. F is equal to minus k. കണ്ടുപിടിക്കേണ്ടത് k യുടെ വാല്യൂ ആണ്, അല്ലെ? അപ്പൊ ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഇതൊരു JEE മെയിൻസ് ലെവൽ വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. അപ്പൊ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും നമ്മൾ? ലെറ്റ്സ് സീ. F is equal to ma ആണെന്ന് അറിയാം, minus k. Acceleration എന്ന് വെച്ചാൽ rate of change of velocity. So m into dv by dt is equal to minus kv. ഒന്ന് റീഅറേഞ്ച് ചെയ്യാം നമുക്ക്. So dv by v is equal to minus k by m into dt എന്ന് കിട്ടി. ഓക്കെ, ഇനി v അല്ലേ വേണ്ട. അപ്പൊ രണ്ട് സൈഡിൽ നമുക്ക് ഇന്റഗ്രൽ എടുക്കാം. ഇന്റഗ്രൽ എടുക്കുമ്പോൾ ലിമിറ്റ് കൊടുക്കണം, അല്ലേ? അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി 10 എന്നാ അവര് പറയുന്നത്, 10 മീറ്റർ പെർ സെക്കൻഡ്. ഫൈനൽ വെലോസിറ്റി അറിയോ?
അറിയത്തില്ല, പക്ഷെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട് ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ. 10 സെക്കൻഡ് കഴിയുമ്പോൾ എനർജി ബിക്കംസ് ഹാഫ് ഓഫ് ദ ഇനീഷ്യൽ എനർജി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ എനർജി എന്ന് പറയുമ്പോൾ ഹാഫ് mv² will be equal to half into half mv0² ഇനീഷ്യൽ വെലോസിറ്റിയുടെ. അപ്പൊ ഈ ഹാഫും അങ്ങനെ ക്യാൻസൽ ആയി പോയി. ബാക്കി എന്തുണ്ട്? v² is equal to v0² എത്രയാ? v0 10 ആന്ന് പറഞ്ഞില്ലേ? അപ്പൊ 100/2 എത്രയാ? That is equal to 50. √50 എന്ന് വരും. അപ്പൊ v is equal to or v² is equal to √50. ഫൈൻ, സംശയമില്ലല്ലോ. ഈ √50 എങ്ങനെ എഴുതാം? √50 എന്ന് പറയുമ്പോ 5. അപ്പൊ that is equal to 5√2. ഓക്കെ, അപ്പൊ നമുക്ക് വെലോസിറ്റിയുടെ വാല്യൂ കിട്ടി അല്ലെ. ഇനി നമുക്ക് അതോടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കാം 5√2. ഫൈൻ, ഇനി നമുക്ക് നോക്കാം ഡെറിവേറ്റീവ് ഇന്റഗ്രൽ എടുത്ത് നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ dv/v എന്ന് പറയുമ്പോൾ ln v നാച്ചുറൽ ലോഗരിതം ഓഫ് v 10 5√2 ലിമിറ്റ്സ് ടൈം ഇനീഷ്യലി t 0 10 സെക്കൻഡ്സ് കഴിയുമ്പോഴാണ് ഇവർ എത്തുന്നത് എന്നാണ് പറയുന്നത്. ഇങ്ങനെ എനർജി മാറുന്ന എത്ര സെക്കൻഡ്? 10 സെക്കൻഡ് കഴിയുമ്പോൾ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇടാം 0 to 10 എന്ന ലിമിറ്റ് കൊടുക്കാം. അപ്പൊ that will be -k/m t ലിമിറ്റ് 0 to 10. ഫൈൻ, ഇത്രയും കുഴപ്പമില്ലല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമുക്ക് ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. കെന്റെ വാല്യൂ അല്ലേ കിട്ടണ്ടേ? മാസ് 1 kg എന്ന് പറയുന്നുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ln upper limit 5√2 lower limit -ln 10 that is equal to -k t 10 ആണ് into 10. ഓക്കെ, സോ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ log a minus log b എന്താ? log a by b. സോ ln 5√2/10. അപ്പൊ ഇത് 2 വരും, √2 വരും താഴെ അല്ലെ. that is equal to -k into 10. ഓക്കെ, അപ്പൊ ഇതൊന്ന് റെസിപ്രോക്കൽ എടുക്കാം നമുക്ക്. സോ that will be ln √2 which is equal to 10k എന്ന് വരും. ഈ മൈനസ് ആണ് ഇങ്ങോട്ട് കൊടുത്തു. ഈ മൈനസ് നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ലോഗ് ln ഇവിടെ കിട്ടുന്നത് 1/√2 എന്നാണ് അല്ലെ. ഈ മൈനസ് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ അതിന്റെ ഇത് വരും, റെസിപ്രോക്കൽ വരും. അപ്പൊ ln √2 is equal to k into 10. പ്യുവർ മാത്സ് ആണ് കേട്ടോ, nothing else. അപ്പൊ ഇവിടെ നിന്ന് k കിട്ടും. k is equal to ln √2 എന്ന് പറഞ്ഞാൽ 2 raised to 1/2/10. ഓക്കെ, ഈ 1/2 ഇങ്ങോട്ട് വരുമ്പോൾ 1/2 ln 2/10 or that is equal to ln 2/20 and that is the answer. ഓക്കെ, അപ്പൊ ഇത് ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് പറയാം. f = -kv, അവിടെ നിന്ന് fm എന്ന് എഴുതി, dv/dt എന്ന് എഴുതി, ലിമിറ്റ്സ് അപ്ലൈ ചെയ്തു. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ യൂസ് ചെയ്ത കണ്ടീഷൻ എന്താ? ഇനീഷ്യൽ വെലോസിറ്റി അറിയാൻ, ഫൈനൽ കണ്ടുപിടിക്കാൻ എനർജി പകുതിയാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് ഫൈനൽ കണ്ടുപിടിച്ചു. എന്നിട്ട് then pure maths and you get the answer ln 2/20 which is the answer. ഓക്കെ, അപ്പൊ k ന്റെ വാല്യൂ എന്താണ്? ln 2/20. ഈ ക്വസ്റ്റ്യൻ 1-2 വട്ടം വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, such a good question and a very important one also. Okay, ഇത് പണ്ട് JEE മെയിൻസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Okay, so let's move on to the next one. The position vector of the particulars r of t is equal to a cos omega t I cap plus a sin omega t j cap, where a and omega are real constants of suitable dimensions. The acceleration is perpendicular to the velocity, parallel to the velocity, directed away from the origin, perpendicular to the position vector, always along the direction of I cap. അപ്പോൾ ഈ ചോദ്യത്തിൽ നമ്മൾ ഓരോ ഓപ്ഷൻസ് 1 by 1 ട്രൈ ഔട്ട് ചെയ്ത് നോക്കേണ്ടി വരും. There is no other way around. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് ഓപ്ഷൻ പെർപെൻഡിക്കുലർ ടു ദ വെലോസിറ്റി ആണെന്ന് നോക്കാം, ആക്സിലറേഷൻ അല്ലെ. അപ്പൊ നമുക്ക് r of t തന്നിട്ടുണ്ട്, പൊസിഷൻ വെക്ടർ is given like this. അപ്പൊ ആദ്യം നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാം. വെലോസിറ്റി കണ്ടുപിടിക്കുമ്പോൾ ഒന്നുമില്ല, ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. അപ്പൊ a cos omega t ഡെറിവേറ്റീവ് എന്താ? cos omega t എന്ന് പറയുമ്പോൾ മൈനസ് sin omega t വരും ഡെറിവേറ്റീവ് അല്ലെ, ഇൻറ്റു ഒരു ഒമേഗ കൂടി. അപ്പോ മൈനസ് a omega sin omega t I cap. I am assuming that you know how to take the derivative. Okay, sin omega t വരുമ്പോൾ പ്ലസ് a omega cos omega t j cap. ഇങ്ങനെ വരും. sin omega t ഡെറിവേറ്റീവ് omega into cos omega t, cos omega t ഡെറിവേറ്റീവ് minus omega into sin omega t. Okay,
Now ഒന്നുകൂടി ആക്സലറേഷൻ എടുക്കണം, ഒന്നുകൂടി എടുക്കാം. അപ്പൊ a of t is equal to minus a omega square cos omega t sin omega t യുടെ omega into cos omega t plus a omega cos omega t ആണ്, minus a omega square sin omega t j cap. Okay. അപ്പൊ ആദ്യം പെർപെൻഡിക്കുലർ ആണോ എന്ന് നോക്കണം. പെർപെൻഡിക്കുലർ ആണോ എന്ന് അറിയാൻ ഏറ്റവും എളുപ്പമുള്ള വഴി ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ v ഡോട്ട് a എടുക്കാം. അപ്പൊ v ഡോട്ട് a എടുക്കുമ്പോൾ പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്കറിയാം വി എ കോസ് തീറ്റയാണ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അല്ലെ. കോസ് തീറ്റ പെർപെൻഡിക്കുലർ ആണെങ്കിൽ കോസ് 90 0 ആണ്. അപ്പൊ ഇഫ് ഇറ്റ് ഇസ് പെർപെൻഡിക്കുലർ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഇതിന് ആൻസർ എന്ത് കിട്ടണം? 0 കിട്ടണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇത് ഡോട്ട് ഇത് ഐ ഡോട്ട് ഐ 1 ആണ്. സോ ദാറ്റ് വിൽ ബി a square omega cube sin omega t cos omega t. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ j ഡോട്ട് j 1 ആണ്, മൈനസ് a square omega cube sin omega t cos omega അല്ലെ. നോക്കിക്കേ, what do you get? 0. ബാക്കി ഓപ്ഷനിലേക്ക് ഒന്നും പോകണ്ട, ആൻസർ ആക്കി. You are getting the answer with the first option itself. So the answer is velocity is actually perpendicular to the acceleration. Okay, clear alle? Okay, so let's move on to the next one. Some of the following equations are kinetic equations where the symbols have their usual meaning. The work energy theorem is represented by. അപ്പോൾ വർക്ക് എനർജി തിയറത്തിന്റെ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ് എന്നാണ് ചോദ്യം അല്ലെ. അപ്പൊ വർക്ക് എനർജി തിയറം എന്താ? വർക്ക് എനർജി തിയറം നമ്പർ 1 and 2. I hope you remember that. വർക്ക് എനർജി പവറിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ്? ഫസ്റ്റ് തിയറം, work done is equal to change in kinetic energy. Second, work done is equal to the work done on a body tends to decrease its potential energy. രണ്ട് തിയറം ഉണ്ട്. ഫസ്റ്റ് തിയറം വർക്ക് എനർജി തിയറം, work done is equal to change in kinetic energy or final minus initial kinetic energy. Okay, now ഇവിടെ നിന്ന് വർക്ക് എന്ന് പറയുമ്പോൾ ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് എടുക്കാം. Fs ആണ്, that is equal to half mv square minus half mv square. Fs എന്ന് പറയുമ്പോൾ Fs mass into acceleration into s, which is equal to half m v square minus half m u square അല്ലെ. So m എല്ലാം ക്യാൻസൽ ആയി പോയി. So 2 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 2as is equal to v square minus u square or v square is equal to u square plus 2as. Okay, now in fact നമ്മൾ ഈ ഇക്വേഷൻ ബേസ് ചെയ്താണ് നമ്മൾ വർക്ക് എനർജി തിയറത്തിലേക്ക് എത്തുന്നത്. ഇവിടെ രണ്ട് സൈഡിൽ മാസ് ഒക്കെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താണ് നമ്മൾ ആ ഇക്വേഷനിലേക്ക് ആക്ച്വലി എത്തിയത്. ഇൻഫാക്ട് ഓക്കെ, നിങ്ങൾ NCERT പഠിക്കുമ്പോൾ അത് കണ്ടു കാണും, നിങ്ങൾ ഇത് ബേസ് ചെയ്താണ് എത്തിയത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇത് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല, സ്ട്രെയിറ്റ് അവേ എന്ത് ചെയ്യാം, ഇത് തന്നെയാണ് എന്ന് പറഞ്ഞേക്കാം. നോ പ്രോബ്ലം, അബ്സല്യൂട്ട്ലി നോ പ്രോബ്ലം. Okay, so എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് again. So I hope it is clear. Okay, so let's move on to the next one. A rubber cord of density d, Young's modulus y and length l is suspended vertically. If the cord extends by a length 0.5 l under its own weight, then l is. അപ്പൊ ഈ ചോദ്യത്തില് l ന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ under its own weight it is extending through 0.5 l എന്നാണ് പറയുന്നത്. അപ്പോ 0.5 l ആണ് എക്സ്റ്റൻഷൻ. നമ്മുടെ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് 0.5 l ആണ്. അപ്പൊ യങ്സ് മോഡുലസ് y ആണെന്ന് അറിയാം, ഡെൻസിറ്റി d ആണെന്ന് അറിയാം, l ആണ് കണ്ടുപിടിക്കേണ്ടത്. റൈറ്റ്, നൗ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അണ്ടർ ഇറ്റ്സ് ഓൺ വെയിറ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ അണ്ടർ ഇറ്റ്സ് ഓൺ വെയിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ സെന്റർ ഓഫ് മാസിന്റെ കൺസെപ്റ്റ് ഇവിടെ ഓർത്തോളണം. ബിക്കോസ് ഈ മാസ് എവിടെയാണ് ഇരിക്കുന്നത്? ദിസ് മാസ് വിൽ ബി ലൊക്കേറ്റഡ് അറ്റ് ദ സെന്റർ. ഈ പാതി പോർഷനില് ഡിസ്റ്റൻസ് ഓഫ് L/2 നമ്മുടെ ഈ മാസ് ഇരിക്കുന്നത്. അപ്പൊ ആ പോയിന്റ് നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, അണ്ടർ ഇറ്റ്സ് ഓൺ വെയിറ്റ് എന്ന് പറയുമ്പോൾ mg ഇരിക്കുന്നത് സെന്റർ ഓഫ് മാസിലാണ്, അവന്റെ സെന്റർ പോയിന്റിൽ. ഓക്കെ, അപ്പൊ ഈ യങ്സ് മോഡൽസിന്റെ ഇക്വേഷൻ എന്താ? സ്ട്രെസ് ബൈ സ്ട്രെയിൻ അല്ലെങ്കിൽ F/A by delta L/A. F/A സ്ട്രെസ്, delta L/A strain, or simply ഇങ്ങനെ എഴുതാം y is equal to FL/A delta L. Fine. F എന്ന് പറയുമ്പോൾ വെയിറ്റ്, സെൽഫ് വെയിറ്റ് ആണ്, അവന്റെ തന്നെ വെയിറ്റ്. അപ്പൊ താഴത്തേക്കുള്ള mg ആണ് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ mg എവിടെ ഇരിക്കുന്നത്? L/2 by A into delta L. Delta L is what? 0.5 L. ഓക്കെ, അപ്പോ നമുക്ക് L എല്ലാം ക്യാൻസൽ ആയി പോയി. 0.5 എന്ന് പറയുമ്പോൾ 1/2 ആണ് അല്ലെ, 1/2 ആണ്.
അപ്പോൾ 2 cancel ആയി പോയി. So that will be mg by a. ഇപ്പൊ ഇവിടെ L കാണുന്നില്ലല്ലോ. L എവിടെ പോയി? L m-നകത്തിരിക്കുന്നുണ്ട് L. Right. You have to take that L out of m. A-നകത്തുണ്ടാവുമെന്ന് നോക്കാം. Right. അപ്പോ mass എന്ന് പറഞ്ഞാൽ എന്താണ്? Mass is actually equal to volume into density. D വന്നു അല്ലേ? ഇനി ഏരിയ നമുക്കറിയാം. വോളിയം എന്ന് പറഞ്ഞാൽ volume is actually equal to area of cross section into the length. What is volume? Area of cross section, ഈ വയറിന്റെ area of cross section into the length. അതെയാണ് നമ്മൾ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ലെങ്ത്. അപ്പൊ A എന്താണ്? V by L ആണ്. റൈറ്റ്. അപ്പൊ M ന് V into D എന്ന് കൊടുക്കുക. അതുപോലെ A ന് V by L എന്ന് കൊടുക്കാം. So that will be equal to VDG divided by A ന് V by L. L മുകളിലേക്ക് വന്നു കേട്ടോ. So that will be VV cancel ആയി പോയി, or L is equal to Y by DG. L is equal to Y by DG. That is the answer. Okay. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് ചെയ്തു കഴിയുമ്പോൾ അയ്യോ L എവിടെ പോയി എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. L എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും അതിനകത്ത്. You have to dig it out. That is only that. Okay. So മനസ്സിലായല്ലോ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന്. Okay. So let's move on to the next one. Two particles A and B of same mass have their de Broglie wavelength in the ratio XA is to XB is equal to K is to 1. Their potential energies UA is to UB is equal to 1 is to K square. The ratio of their total energies EA is to EB is. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ടോട്ടൽ എനർജിയുടെ റേഷ്യോ അല്ലെ, EA by EB തന്നിട്ടുള്ളത്. XA by XC ആണ്. ഞാൻ ലാംഡ A by ലാംഡ B എന്നാക്കി. നമ്മൾ ലാംഡയുള്ള ഫാമിലി. അപ്പൊ K is to 1. Now de Broglie wavelength എന്ന് പറഞ്ഞാൽ lambda is equal to h by p, അല്ലെങ്കിൽ that is root of 2m into Ke. ഇതാണ് നമ്മുടെ de Broglie wavelengthന്റെ കണ്ടീഷൻ. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് കൈനറ്റിക് എനർജിയുടെ കണ്ടീഷൻ എന്താണെന്ന് എടുക്കാം അല്ലെ. Let's see. അപ്പൊ lambda A by lambda B എടുക്കുമ്പോ that will be m h 2 ഒക്കെ പോവും. So that will be root of Kb by Ka എന്ന് വരും. Okay. But Kb by Ka, lambda A by lambda B എന്താ? K by 1 അല്ലേ. So that will be equal to Kb by Ka എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is K square by 1 എന്ന് വരും. Okay. അപ്പൊ കൈനറ്റിക് എനർജിയുടെ കണ്ടീഷൻ കിട്ടി K square by 1. or ഇങ്ങനെ എഴുതാം K by Kb is equal to എന്താണ് 1 by K square. Okay. അപ്പോൾ ഇതിന്റെ അർത്ഥം ഒരു കോമൺ ഫാക്ടർ ഉണ്ട് അവിടെ ആക്ച്വലി അല്ലെ. അപ്പൊ നമുക്ക് ആ കോമൺ ഫാക്ടറിനെ എക്സ് എന്ന് എടുക്കാം. രണ്ട് സൈഡിലും കോമൺ ഫാക്ടറിനെ എക്സ് എന്ന് എടുക്കാം. അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ എഴുതാലോ. ഇത് Ka by Kb കേട്ടോ. K by Kb. അപ്പൊ ഇങ്ങനെ എടുക്കാലോ. Ka എന്ന് പറഞ്ഞാൽ that is x. അതുപോലെ Kb എന്ന് പറഞ്ഞാൽ K square x ആണ്. ഓക്കെ. അപ്പൊ എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള റീസൺ എന്താ? നമ്മൾ റേഷ്യോ എടുക്കുമ്പോൾ ഒരു കോമൺ ഫാക്ടർ ഉണ്ടാവും മുകളിലും താഴെ. അത് കട്ടായി പോയാണ് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. ഓക്കെ. ഇനി യു എ ബൈ യു ബി, ഇവിടെയും ഒരു കോമൺ ഫാക്ടർ എടുക്കാം. നമുക്ക് ഒരു y എന്ന് എടുക്കാം കോമൺ ഫാക്ടർ. ഓക്കെ. അപ്പൊ ഇവിടെ നിന്ന് എന്ത് കിട്ടും? യു എ എന്ന് പറയുമ്പോൾ വൈയും യു ബി എന്ന് പറയുമ്പോൾ എന്താണ്? കെ സ്ക്വയർ വൈയും. ഓക്കെ. അപ്പൊ ഇനി എന്താ വേണ്ടത്? നമുക്ക് ടോട്ടൽ എനർജിയുടെ റേഷ്യോ ആണ് വേണ്ടത്. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ E is equal to U plus K ആണ്. അപ്പൊ നമുക്ക് EA by EB which will be equal to UA plus KA divided by UB plus KB എന്ന് കിട്ടും. Okay. Or that will be further equal to what? UA plus KA. UA എന്താ? Y. K എന്താ? X. അപ്പൊ നമുക്ക് EA by EB is equal to മുകളിൽ x plus y വരും. താഴെ UB plus KB. അപ്പോ K square y plus K square x. അപ്പൊ K square പുറത്തെടുത്തു. X plus y ബ്രാക്കറ്റിൽ വന്നു. X plus y cancel ആയി. So 1 by K square is the final answer we are obtaining. Okay. അപ്പൊ ചെയ്തു പോയ മെത്തഡോളജി ഉണ്ടല്ലോ. അപ്പൊ എപ്പോഴും ഈ മെത്തേഡ് തന്നെ ചെയ്തു പോകണം നിർബന്ധമൊന്നുമില്ല. അപ്പോ യു ക്യാൻ പ്രൊസീഡ് വിത്ത് എനി മെത്തേഡ് യു വാണ്ട്. ഈ എക്സ് എന്ന ഫാക്ടർ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം എക്സ് പ്ലസ് വൈ നമുക്ക് അറിയാം ക്യാൻസൽ ആയി പോവുക. അങ്ങനെ ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. യു വിൽ ബി ഗെറ്റിംഗ് ദി ആൻസർ വിതൗട്ട് എനി ട്രബിൾ. ഓക്കെ. അപ്പൊ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കൃത്യമായിട്ട് കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്തു പോകാം. സോ പ്ലീസ് അഡോപ്റ്റ് ദിസ് മെത്തേഡ് വൈ സോൾവിംഗ് ദിസ്. ഓക്കെ. അപ്പൊ മെത്തഡോളജി ക്ലിയർ ആണല്ലോ.
അപ്പോൾ ദാറ്റ് കംസ് ടു ദി എൻഡ് ഓഫ് ദി ഫസ്റ്റ് പാർട്ട്. അപ്പൊ എനിക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. ഇനി അധികം ദിവസങ്ങളില്ല. സോ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുക ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് you repeatedly understand, you repeatedly examine all the concepts again before you go for the exam. Okay, so till we meet it next time with the next video. Thank you.